BC 14 ശതകത്തിന്റെ മധ്യദശയിൽ മിസ്രയീമിൽ ജീവിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു തുത്തൻഖാമൂൻ. 1922 ഹോവാർഡ് കാർട്ടർ ഈ രാജാവിന്റെ ശവകുടീരം കണ്ടെടുക്കുകയുണ്ടായി. ശവകുടീരം തുറന്നപ്പോൾ മൃതദേഹത്തോടൊപ്പം അതിലടക്കം ചെയ്തിരുന്ന സ്വർണ്ണ ഉപകരണങ്ങൾ കണ്ടെടുത്തു. അക്കൂട്ടത്തിൽ രാജാവ് ഉപയോഗിക്കുന്ന ഒരിനം പയർമണികളും ചെറിയ ഒരു പാത്രത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 3500 വർഷം പഴക്കമുള്ള ഈ പയർമണികൾ ഉണങ്ങി ശോഷിച്ചിരുന്നു. പ്രസ്തുത പയറിൽ ജീവന്റെ അംശം ശേഷിച്ചിട്ടുണ്ടോ, പയർ കിളിർക്കുമോ എന്നറിയുന്നതിനുള്ള പരീക്ഷണം ശാസ്ത്രജ്ഞന്മാർ നടത്തി. പയർ കിളിർക്കുന്നതിനാവശ്യമായ വെള്ളവും മണ്ണും മറ്റും ഒരു പാത്രത്തിൽ ശേഖരിച്ച് അതിൽ പയർമണികൾ ഇടുകയും അത് കിളിർക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. 20 ദിവസമായിട്ടും പയർമണികൾക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. എന്നാൽ 21-ാം ദിവസമാകട്ടെ പ്രസ്തുത പയർമണികളുടെ മോടം പൊട്ടി ചെറിയ മുള വെളിയിലേക്ക് വരുന്നത് ശാസ്ത്രജ്ഞന്മാർ കണ്ടു. 3500 വർഷം പഴക്കമുള്ള പയർമണികൾ ജീവിക്കുമെങ്കിൽ ദൈവിക ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ മൃതദേഹങ്ങൾ ജീവിക്കയില്ലെന്ന് കരുതുവാൻ എന്താണ് ന്യായം? അതെ, അവർ ജീവൻ പ്രാപിച്ച് പുനരുത്ഥാനം ചെയ്യുവാൻ പോകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും.